രണ്ട് ഭാഗത്തേക്കാളും കുറച്ചുകൂടി ഗൗരവത്തോടും പ്രാധാന്യത്തോടും ശ്രദ്ധയോടും കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതും നമ്മൾ നമ്മുടെ വിശ്വാസത്തെ വിമലീകരിക്കേണ്ടതുമായ അടിസ്ഥാന വിശ്വാസമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ അറിയേണ്ടത് കഴിഞ്ഞ രണ്ട് ഭാഗത്തേക്കാളും കൂടുതൽ ആ രണ്ട് ഭാഗത്തിന്റെയും അടിസ്ഥാന ഘടകം ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്ന ഭാഗമാണ്. അതാണ് അതിന്റെ ബേസിക്, അതിന്റെ അടിത്തറ. അടിത്തറ ശരിയായാൽ മാത്രമാണ് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളുടെയും പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിനെ അറിയുക, അല്ലെങ്കിൽ അറിയുക അള്ളാഹുവിനെ എന്ന് പറഞ്ഞപ്പോൾ തൗഹീദാണ് എന്ന് നമുക്ക് മനസ്സിലാകും. തൗഹീദിൽ തന്നെ 3 വിഭാഗങ്ങളായി പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്നാണ്. അപ്പൊ ഈ മൂന്ന് രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ രണ്ട് ഭാഗത്തിനേക്കാളും കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെടുത്തേണ്ടതും നമ്മുടെ ഈമാൻ കുറച്ചുകൂടി ക്ലിയർ ആക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി സാവകാശത്തില് പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാര് പറഞ്ഞ നിർവചനം ഒന്ന് ഇഖ്റാർ എന്നാണ്, അംഗീകരിക്കുക എന്നതാണ് തൗഹീദുർ റുബൂബിയ്യയുടെ മുഖ്യ ഭാഗം. തൗഹീദുൽ ഉലൂഹിയ്യയുടെ മുഖ്യ ഭാഗം ഇഫ്റാദ് എന്നാണ്, ഏകനാക്കുക എന്നതാണ് തൗഹീദുൽ ഉലൂഹിയ്യയിലെ മുഖ്യ ഭാഗം. ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തുക എന്നതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്തിന്റെ മുഖ്യ ഭാഗം. എന്ന് പറഞ്ഞാൽ തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും അംഗീകരിച്ചാൽ തന്നെ അയാൾക്ക് തൗഹീദുർ റുബൂബിയ്യത്ത് ശരിയായി എന്നർത്ഥം. എന്താണ് അംഗീകാരം? റുബൂബിയ്യ എന്ന് വരുന്നത് തന്നെ റബ്ബ് എന്ന പദത്തിൽ നിന്നാണ് റുബൂബിയ്യത്ത് വരുന്നത്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, രക്ഷിതാവ്, അല്ലെങ്കിൽ റബ്ബ് അല്ലാഹു എന്ന് അംഗീകരിക്കാം. അത്രേ ഉള്ളൂ. റബ്ബ് മാത്രം പോരാ, അല്ലാഹു ആണെന്ന് അംഗീകരിക്കണം. റാസിഖ്, ഭക്ഷണം തരുന്നവൻ അല്ലാഹു ആണെന്ന് അംഗീകരിക്കണം. മഴ ഇറക്കി തരുന്നവൻ അല്ലാഹു ആണെന്ന് അംഗീകരിക്കണം. ജീവിതം നൽകുന്നതും മരിപ്പിക്കുന്നതും അല്ലാഹു ആണെന്ന് അംഗീകരിക്കണം. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹു ആണെന്ന് അംഗീകരിക്കണം. അപ്പൊ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒരു മനുഷ്യൻ അംഗീകരിച്ചു എന്നാൽ അയാൾക്ക് തൗഹീദ് റുബൂബിയ്യത്ത് ശരിയായി നടക്കാം. അപ്പൊ നിങ്ങൾ ഒന്നോട് മനസ്സിലാക്കുക, തൗഹീദ് റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ ഇവയൊക്കെയും ഉടമസ്ഥൻ അല്ലാഹു ആണെന്ന് അംഗീകരിക്കുക. മനസ്സിലാക്കണം, അംഗീകരിച്ച മതി. ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ ഖാലിഖ് അല്ലാഹു ആണെന്ന് ഒരു അമുസ്ലിം അംഗീകരിച്ചു. അയാൾ പറയും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു ആണ് എന്ന് അംഗീകരിച്ചു. അയാൾക്ക് എന്തായി? തൗഹീദ് റുബൂബിയ്യത്ത് ആയി. ഒരാള് പറയാണ് മഴ ഇറക്കി തരുന്നത് ആരുമല്ല പ്രപഞ്ച സൃഷ്ടാവാണെന്ന് ഒരാൾ പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിച്ചു വെച്ചു. അയാളുടെ ആ വിഷയത്തെ തൗഹീദ് റുബൂബിയ്യത്ത് ക്ലിയർ ആയി. അപ്പൊ തൗഹീദ് റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ഇവയൊക്കെയും അല്ലാഹു ആണ് എന്ന് അംഗീകരിച്ചാൽ മതി. അയാൾക്ക് എന്ത് ക്ലിയർ ആയി? തൗഹീദ് റുബൂബിയ്യത്ത് ക്ലിയർ ആയി എന്നർത്ഥം. ഖുർആൻ അവരുടെ ചില ചോദ്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ വ റബ്ബുൽ അർശിൽ അലീം. നബിയെ, ഈ മുശ്രിക്കുകൾ അല്ലെങ്കിൽ അവിശ്വാസികൾ അങ്ങ് ചോദിക്കണം,
ആരാണ് ആകാശഭൂമികളുടെയും ഈ മഹത്തായ അർശിന്റെയും റബ്ബ് ആരാണെന്ന് ചോദിച്ചു നോക്കും. അവരെന്ത് പറയും? സയഖൂലൂന ലില്ലാഹ്. എന്ത് പറയും? ഇത് ആരാ പറയുന്നത്? ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളെ മനസ്സിലായി ആരൊക്കെ പറഞ്ഞു? ഉത്തുബത്ത്, ഷൈബത്ത്, അബൂലഹബ് ഇവരൊക്കെ എന്ത് അംഗീകരിക്കും? ആരാണ് ഭൂമിയുടെ റബ്ബ്? അല്ലാഹ്. ആരാണ് ആകാശത്തിന്റെ റബ്ബ്? അള്ളയാണ്. ആരാണ് ഈ അർശിന്റെ റബ്ബ്? അള്ളയാണ്. അപ്പൊ അത് അവർ അംഗീകരിച്ചു. ഇനി അടുത്ത ചോദ്യം, മൻ ഖുൽ മൻ ബിയദിഹി മലകുതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി. ആരുടെ കയ്യിലാണ് ഈ പ്രപഞ്ചത്തിന്റെയും അധികാരം ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചു നോക്കൂ. സയഖൂലൂന ലില്ലാഹ്. അവര് പറയും ആരാണ്? അല്ലാഹ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ ആരാ? അള്ളയാണെന്ന് ആര് പറയും? ഇവിടെയുള്ള എല്ലാ ആളുകളും അംഗീകരിക്കും. ഖുൽ മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർളി. ആരാണ് റിസ്ക് നിങ്ങൾക്ക് ഇറക്കി തരുന്നത് ചോദിച്ചു നോക്കൂ. അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാറ. നിങ്ങളുടെ കാഴ്ചയും കേൾവിയൊക്കെ ആരുടെ നിയന്ത്രണത്തിലാണ്? ഇതൊക്കെ ആരാ തന്നത്? ഓമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വ യുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ. നിങ്ങൾക്ക് ആരാണ് ജീവിതം തന്നത്? ആരാണ് ഭരിപ്പിക്കുന്നത്? ആരാണ് മുദബ്ബിറുൽ ആലം എന്ന് നോക്കിയാൽ അവർ പറയും ആരാണ്? അള്ളയാണ് എന്ന് പറയും. അപ്പൊ ഇവരെ ഈ പറഞ്ഞ ആളുകളൊക്കെ തൗഹീദ് റുബൂബിയ്യത്ത് അംഗീകരിച്ചവരായിരുന്നു. എന്താ അംഗീകരിച്ചത്? ഇതിന്റെ ഒക്കെ ഉടമസ്ഥൻ ആരാണ്? അല്ലാഹു ആണ് എന്ന് അവർ അംഗീകരിച്ചു. ഇവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. നോക്കൂ, ഇവരിത് അംഗീകരിച്ചിട്ട് അള്ളാഹ് പറഞ്ഞത് അള്ളാഹുവിന് മനസ്സിലാക്കേണ്ട രൂപത്തില് അല്ല അവർ മനസ്സിലാക്കിയത് എന്നാണ്. അപ്പൊ നമുക്ക് സംശയം തോന്നും, തൗഹീദ് റുബൂബിയ്യത്ത് അംഗീകരിച്ചാൽ തന്നെ ആരുടെ ഭാഗം ക്ലിയർ ആയോ എന്നാണ്. തൗഹീദ് റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാ അത് എല്ലാ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ സന്നിവേശിപ്പിച്ച ഒരു വിശ്വാസമാണ് എന്ത്? റുബൂബിയ്യത്ത്. തൗഹീദ് റുബൂബിയ്യത്ത് നിഷേധിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആരും നിഷേധിക്കോ? ഉണ്ടല്ലോ, ഇവിടെ ദൈവ നിഷേധികളില്ലേ? ഇങ്ങനെ ദൈവം ഇല്ലാന്ന് പറയുന്നവരില്ലേ? പക്ഷേ ആര് നിഷേധിച്ചാലും ശരി, അവരെല്ലാം അടിസ്ഥാനപരമായി അംഗീകരിക്കും? റുബൂബിയ്യത്ത് അംഗീകരിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ്? ഫിത്രത്തല്ലാഹില്ലതി ഫത്തറന്നാസ അലൈഹി. അല്ലാഹ് കൊടുത്ത ഒരു നേച്ചർ ഉണ്ട്. ആ നേച്ചർ എന്താണ്? അല്ലാഹു ഞങ്ങളുടെ റബ്ബ് എന്ന് അംഗീകരിക്കുന്ന രൂപത്തിലാണ് ഇവർ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ അവര് ഇത് പറയുന്നതോ? ആ പറയുന്നത് അല്ലാഹ് പറഞ്ഞത് അവര് നാവ് കൊണ്ട് നിഷേധിക്കും, പക്ഷെ ഹൃദയം അംഗീകരിക്കും? റുബൂബിയ്യത്ത് അംഗീകരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് ഉദാഹരണം പറയാം. നിങ്ങൾ ഏത് ദൈവ നിഷേധിയും എടുത്തു പരിശോധിച്ചോ, അവരുടെയൊക്കെ നാവ് കൊണ്ട് മാത്രമാണ് ദൈവ നിഷേധം ഉണ്ടാവും. അടിസ്ഥാനപരമായി അവര് റുബൂബിയ്യത്തിൽ ഉണ്ടാവും. കാരണം അത് അല്ലാഹ് സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ഖലഖതു ഇബാദി ഹുനഫാ ആണ്. ഞാൻ എന്റെ അടിമകളെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് തൗഹീദ് റുബൂബിയ്യത്തിന്റെ പാതയിലാണ്. ഫജ്താലത്തുഹുമു ശൈത്വാനു അൻ ദീനിഹിം. പിശാചാണ് ആ വഴിയിൽ നിന്ന് അവരെ തിരിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എന്താ അർത്ഥം? എല്ലാ മനുഷ്യ മക്കളും ജനിച്ചു വീഴുന്നത് ശുദ്ധ നേച്ചറിലാണ്. ഏതാ നേച്ചർ? അതായത് ഇസ്ലാം എന്ന നേച്ചറും അള്ളാഹുവിനെ അംഗീകരിക്കുന്ന നേച്ചർ. അത് ഇൻബിൽറ്റ് എന്നർത്ഥം. അത് നിങ്ങൾ അറിയണമെങ്കിൽ എങ്ങനെയാ മുസ്ലിമായത്? കപ്പലിൽ കയറി നബി അംഗീകരിക്കാൻ കഴിയാതെ നാട് വിട്ട മനുഷ്യനാണ്. കപ്പലിൽ കയറിയപ്പോ കപ്പലിന്റെ ആള് പറഞ്ഞു, നിങ്ങൾ കരയിൽ വിളിക്കുന്ന റബ്ബിനെ വിളിച്ചാലും നമ്മുടെ രക്ഷയില്ല.
അതുകൊണ്ട് നിങ്ങൾ സാക്ഷാൽ അള്ളാനെ വിളിച്ചോളാം. അപ്പൊ ഇക്രിമ ചിന്തിച്ചു, ഇത് തന്നെയല്ലേ മുഹമ്മദ് പറയുന്നത്. അപ്പൊ കടലിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്ക് കഴിയുള്ളൂ എങ്കിൽ ആ അള്ളാഹ്ക്ക് മാത്രമേ എവിടെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ? കരയിൽ. ഇപ്പൊ ഇയാൾ മനസ്സിൽ പറഞ്ഞു, പഠിച്ചവനെ, അങ്ങനെയാണ് ഞാൻ കരയിൽ എന്നെ രക്ഷപ്പെടുത്തി കരയിൽ ചെന്നാൽ ഞാൻ മുസ്ലിം ആയിക്കൊള്ളുമെന്ന് ഇക്രിമ പറഞ്ഞു. അത് ഇക്രിമ മുസ്ലിമായി റളിയല്ലാഹു അൻഹു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയാൻ തോന്നിയ കാരണം എന്താ? നാച്ചുറൽ ആണ്. ഖുർആൻ പറഞ്ഞു, വൈദാ ഗുശിയഹും മൗജുൻ കദ്ദുലലി, വലിയ പർവ്വത സമാനമായ തിരമാല അവരെ ആക്രമിച്ചാൽ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോട് കൂടി അവർ അല്ലാഹനെ വിളിക്കും. ഇത് വിശ്വാസികളെ കുറിച്ചിട്ടാണോ? ഇത് പച്ച മുശ്രിക്കിന് പരിചയപ്പെടുത്തിയ മുശ്രിക്കിന്റെ സ്വഭാവം പറയാണ്, കുടുങ്ങിയാൽ അള്ളാഹനെ വിളിക്കുന്നു. അതിന്റെ അർത്ഥം ഞാൻ ചോദിക്കട്ടെ, ഈ കുടുങ്ങിയ അള്ളാഹുവിനെ വിളിക്കാൻ തോന്നുന്ന ഈ തോന്നൽ എവിടെ നിന്ന് കിട്ടി? യെസ്, അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അർത്ഥം. അത് നിഷേധിക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. ഇനി നിഷേധിക്കുന്നവർ എങ്ങനെ നിഷേധിക്കുള്ളൂ? നാവ് കൊണ്ട് നിഷേധിക്കും. അവരുടെ നാവ് കൊണ്ട് നിഷേധിക്കും, പക്ഷെ ഹൃദയത്തിൽ ഇതുണ്ടാവും. പണ്ട് ഒരാളും മരണപ്പെട്ടപ്പോൾ നമ്മൾ കേരളത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന നിർമ്മത സ്ഥാനത്തിന്റെ ഒരു മന്ത്രി, അയാൾ മരണപ്പെട്ട് അനുശോചന യോഗത്തിൽ പറഞ്ഞത്, നമ്മുടെ ബഹുമാനി വ്യക്തിത്വത്തിന് ആത്മശാന്തി ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അത് വലിയ വിവാദമായി. ഈ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടേ പോയി മുട്ടുണ്ടോ? അതെവിടെ മുട്ടുന്നത്? അതെങ്ങനെ അയാൾ പറഞ്ഞു? അതറിയാതെ പറയുമെന്ന്. അപ്പോ അങ്ങനെ പറയാനുള്ള തോന്നല്, അങ്ങനെയാണ് തൗഹീദ് റുബൂബിയ്യത്ത് അംഗീകരിക്കുന്ന രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരു തെളിവ് കൂടി അള്ളാഹു പറഞ്ഞു. ഇതൊന്നും മനസ്സിലാക്കുന്നില്ലെങ്കിൽ എന്താ പറയാണ്, ഇനി പരലോകത്ത് വരുന്ന രംഗം പറഞ്ഞിട്ട് ഈ മുഴുവൻ മനുഷ്യരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി ചോദിക്കും, ഞാനല്ലായിരുന്നു നിങ്ങളുടെ റബ്ബ്? അപ്പൊ ഇവരത്ത് പറയും, അള്ളാഹുവേ നീ തന്നെയായിരുന്നു റബ്ബ്. ഈ അംഗീകാരം എങ്ങനെ അംഗീകരിച്ചത്? അവരെ സൃഷ്ടിപ്പ് അങ്ങനെയാണെന്ന്. അപ്പൊ ലോകത്ത് തൗഹീദ് റുബൂബിയ്യത്ത് അംഗീകരിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. എന്തുകൊണ്ട്? പറ. അങ്ങനെയാണ് സൃഷ്ടിച്ച്, നേച്ചർ അങ്ങനെയാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുന്ന രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അള്ളാഹു നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ആര് കൊടുത്തിട്ടുണ്ട്? അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നേച്ചർ അങ്ങനെയാണ്. ഈ നിഷേധിക്കുന്നവർ തന്നെ എങ്ങനെ നിഷേധിക്കാം? നാവ് കൊണ്ട് നിഷേധിക്കും, പക്ഷെ ഹൃദയത്തിന് ഉള്ളിൽ ഏതുണ്ടാവും? കാരണം അവന്റെ ശരീരം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അർത്ഥം. അപ്പൊ ഇത് മനസ്സിലാക്കുന്ന ഒരു സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ഈ കളവ് പറയുന്നുണ്ടോ എന്ന് പറഞ്ഞത് കളവാണോ എന്നറിയാൻ വേണ്ടി ഒരു മെഷീൻ ഉപയോഗിക്കൂലേ, ലൈ ഡിറ്റക്ടർ. കേസിലൊക്കെ ഉപയോഗിക്കൂലോ, കോടതിയുടെ പെർമിഷനൊക്കെ വേണമെന്ന് തോന്നുന്നു. ഈ ലൈ ഡിറ്റക്ടർ എങ്ങനെയാണ് ഇയാൾ പറയുന്നത് കളവാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയോ? അത് ശരീരത്തിലെ മാറ്റങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഈ ശരീരത്തിലെ മാറ്റങ്ങൾ എങ്ങനെ വരുന്നത്? കളവ് പറയുമ്പോൾ ആ ബുദ്ധിമുട്ട് എങ്ങനെ വരുന്നത്? സത്യം പറയുന്ന രൂപത്തിലാണ് ഇതിനെ ശ്രദ്ധിച്ചിരിക്കുന്നത്. സത്യം പറയുന്ന രൂപത്തിലാണ് ഇതിനെല്ലാം അല്ലാഹ് ശ്രദ്ധിച്ചിരിക്കുന്നത്. പക്ഷെ കളവ് പറയുമ്പോൾ ശരീരത്തിന് പ്രകൃതിക്ക് വിരുദ്ധമായത് വരുമ്പോൾ ആ മാറ്റം എവിടെ കാണും? ശരീരത്തിൽ കാണും. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എന്നതുപോലെയാണ് ഈ പറഞ്ഞ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരാള് തെറ്റു പറയുമ്പോൾ അതിൻ്റെതായ മാറ്റം അയാൾ ശരീരത്തിൽ ഉണ്ടാകും. റുബൂബിയത്ത് ക്ലിയറായ. അപ്പൊ റുബൂബിയത്തിന് ഈ പറഞ്ഞതൊക്കെയും മുദബ്ബിറും ഖാലിഖും ഒക്കെ അള്ളയാണ് അംഗീകരിച്ചാൽ അയാൾക്ക് തൗഹീദ് റുബൂബിയത്തായി. അതാണ് ഇഖ്റാർ എന്ന് പറയുന്നത്. രണ്ടാമത് തൗഹീദുൽ ഉലൂഹിയ്യത്ത്. എന്താണ് തൗഹീദുൽ ഉലൂഹിയ്യ? തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവസാനം എന്റെ മുഖത്തേക്ക് നോക്കരുത്.
ഉലൂഹിയത്ത് പറഞ്ഞാൽ ഇഫ്രാദ് എന്നർത്ഥം, ഏകനാക്കുക. അപ്പൊ ആദ്യം പറഞ്ഞ ഇഖ്റാറാണ്, ഇത് ഇഫ്രാദാണ്. എന്ന് പറഞ്ഞാൽ ഏകനാക്കുക. എന്ത് ഏകനാക്കണം? ഇബാദത്തിന് അർഹൻ അല്ലാഹുവാണ് എന്ന് ഏകനാക്കണം. നമ്മൾ ഇലാഹ് എന്നതിന് അർത്ഥം പറയും, ആരാധിക്കപ്പെടുന്നവൻ, ആരാധിക്കുന്നത്. ശരിക്കും ഇലാഹിന് അങ്ങനെ അർത്ഥമില്ല. അള്ളാഹ് പറഞ്ഞ ഇലാഹിന് അർത്ഥം എന്താണെന്നറിയോ? അൽ മുസ്തഹിഖുൽ ലിൽ ഇബാദ്. ആരാണോ ഇബാദത്തിന് അർഹൻ അവൻ മാത്രമാണ് ഇലാഹ്, ആരാധ്യൻ അല്ല കേട്ടോ. ഇവിടെ കുറെ ആളുകൾ ആരാധിക്കപ്പെടുന്നില്ലേ, അവരർഹരാണ്? അല്ല, അവര് അർഹരല്ല, അവര് ഇലാഹാകാൻ അർഹരല്ല. പക്ഷെ അവർ ആരാധിക്കപ്പെടുന്നുണ്ട്, അത് അള്ളാഹ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും എന്തല്ല, വിവാദത്തിന് അർഹരല്ല. വിവാദത്തിന് അർഹൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹ് മാത്രം. അതാണ് പറഞ്ഞത്. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാണ് വിവാദത്തിന് അർഹൻ അവൻ മാത്രമേ ഇലാഹ് ഉള്ളൂ എന്നർത്ഥം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ല, ഈ അസ്മാഉൽ ഹുസ്നയില് ഇലാഹ് ഉണ്ടോ? ഇലാഹ് എന്നുള്ളത് അള്ളാഹ് പറഞ്ഞു. അള്ളാഹു സ്വന്തം പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ വിശേഷണം എന്താ? പിന്നെ ലാ ഇലാഹ, അല്ലെ, ഇന്നനി അനല്ലാ എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാന, ഞാനല്ലാതെ ഒരു ഇലാഹ് ഇല്ല. ഇനി നിങ്ങൾ ഇലാഹിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ. ഇതൊരൊറ്റ വാക്ക് മനസ്സിലാക്കിയ ലൂഹിയത്ത് മനസ്സിലാകും. റബ്ബ് ആരാണ്? പറ, റബ്ബ് ആരാണ്? അല്ലാഹു അല്ലേ? എന്നാൽ ഈ റബ്ബ് എന്ന അതേ പ്രയോഗം അല്ലാഹു അല്ലാത്തവർക്ക് പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. പക്ഷെ അത് ഭാഗികമായിട്ടായിരിക്കും എന്റെ അർത്ഥം. ഇപ്പൊ യൂസുഫ് നബിയുടെ സംഭവം പറയുന്നുണ്ട്. സ്വപ്നം കണ്ടില്ലേ? ആ സ്വപ്നം കണ്ട ഒരു സ്വപ്നം എന്താ? ഒരാള് അയാളുടെ മദ്യചഷകം നീ നിന്റെ റബ്ബിന് ഹംർ കുടിപ്പിക്കുന്നതാണ് അതിന്റെ വിവക്ഷ എന്ന് പറഞ്ഞു. അവിടെ ഉപയോഗിച്ച റബ്ബ് എന്ന അവിടെ അർത്ഥം യജമാനൻ എന്നാണ്. യജമാനൻ. നോക്കൂ, ആ റബ്ബ് എന്ന പദം അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി അല്ലാഹ് ഭാഗികമായി പ്രയോഗിച്ചു. അർത്ഥം വേറെയാണ്, പക്ഷെ പ്രയോഗിച്ച പദം ഏതാണ്? റബ്ബ് എന്ന പദം. നിങ്ങൾ വേറെ ഒരെണ്ണം പറ. ഹാക്കിം ആരാണ്? ഹാക്കിം സൂറത്തു നിസായിൽ പറയട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയാൽ എന്ത് ചെയ്യണം? ഹക്കമ മിൻ അഹ്ലിഹി വ ഹക്കമ മിൻ അഹ്ലിഹ. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഹാക്കിമ, ഇവന്റെ ഭാഗത്ത് നിന്ന് ഒരു ഹാക്കിം. സാക്ഷാൽ ഹാക്കിമാരാണ്, അള്ളയാണ്. ഇവിടെ അള്ളാഹ് ഉപയോഗിച്ചത് എന്താണ്? ഹാക്കിമ. അപ്പൊ ഈ ഹാക്കിം എന്ന അള്ളാഹുവിന്റെ സിഫത്ത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അള്ളാഹ് വകവെച്ചു കൊടുത്തു ഭാഗികമായി. മനസ്സിലാവുണ്ടോ? ഇപ്പൊ മാലിക് അള്ളാഹുവിന്റെ സിഫത്താണ്. ഹാക്കിം എന്ന് പറഞ്ഞാൽ വിധി നടപ്പിലാക്കാൻ അധികാരമുള്ള ആൾ, ഭരണാധികാരി എന്നാൽ ഒരുപാട് അർത്ഥമുണ്ട്. മധ്യസ്ഥൻ, അവിടെ ഉദ്ദേശിച്ചത് മധ്യസ്ഥൻ എന്നർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. അള്ളാഹു ഒരാൾക്ക് മുൽക്ക് കൊടുത്താൽ അയാൾ ആരാണ്? മാലിക്കാണ്. നോക്കൂ, ആ മാലിക് എന്നത് അള്ളാഹു അല്ലാത്തവർക്കും വകവെച്ചു കൊടുത്തു. എത്രമാത്രം? ഭാഗികമായി വകവെച്ചു കൊടുത്തു. എന്നാൽ ഒരാൾക്ക് പോലും ഭാഗികമായി വകവെച്ചു കൊടുക്കാത്ത ഏക വിശേഷണം ഏത് മാത്രമേ ഉള്ളൂ? ഇലാഹാണ്. അതൊന്ന് ശ്രദ്ധിച്ചു. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും അള്ളാഹു ഭാഗികമായിട്ട് പോലും പ്രയോഗിച്ചിട്ടില്ല. കാരണം എന്താണ്? അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു വിശേഷണമാണ് ഇലാഹ്. ആരാണ്? എന്തിനാ പ്രവാചകന്മാർ വന്നത്? നിങ്ങൾ ഇബാദത്ത് കൊടുക്കണം. കാരണം മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാതെ ഇലാഹ് നിങ്ങൾക്ക് ഇല്ല എന്നാണ്. അപ്പൊ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും എന്ത് പ്രയോഗിച്ചിട്ടില്ല? ഇലാഹ്. എന്തുകൊണ്ടാണ്? അല്ലാഹ് മാത്രമാണ് ഇലാഹ് ആകാൻ അർഹൻ. അപ്പോ ആ അർഹൻ എന്ന വിഷയത്തിൽ അത് അല്ലാഹു മാത്രം എന്നതിൽ അല്ലാഹുവിനെ മാത്രം ഏകനാക്കണം.
ആരാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ? ആർക്കാണോ ഇബാദത്ത് കൊടുക്കുന്നത് അയാള് ഇലാഹായി മാറും. മനസ്സിലായോ? ഒരാൾക്ക് നമ്മൾ ഇബാദത്തിന്റെ ഒരു ഭാഗം ഒരാളുടെ മുമ്പിൽ സമർപ്പിച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ അയാളെ ഇലാഹ് ആക്കി എന്ന. പക്ഷെ അയാൾക്ക് അങ്ങനെ എന്തില്ല, അർഹതയില്ല. പക്ഷെ എങ്ങനെ ഇലാഹാക്കി? ആരാൾക്ക് ഇബാദത്ത് ആർക്ക് കൊടുത്താലും അത് എന്തായി മാറും? ഇലാഹാക്കണന് തുല്യാന്ന്. കാരണം ഇബാദത്തിന് അർഹൻ ആര് മാത്രം? അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇതിൽ ആദ്യം പറഞ്ഞ റുബൂബിയ്യത്ത് അംഗീകരിച്ച മഹാഭൂരിഭാഗം ആളുകൾ ഇതിൽ അള്ളാഹുവിനെ ഏകനാക്കിയോ? ഇല്ല. അതാണ് ഈ അംഗീകരിച്ച ഒരാള് പോലും ഇതിൽ അള്ളാഹുവിനെ മാത്രം ആക്കിയില്ല. നമുക്ക് ഇബാദത്ത് എന്താണെന്ന് തിരിച്ചറിയാൻ വളരെ എളുപ്പം. അപ്പൊ നമ്മള് ഈ ഭൗതികവും അഭൗതികവും ഒക്കെ പറഞ്ഞു നടക്കുന്നത് ശരിക്കും മനുഷ്യ ബുദ്ധിക്ക് ഒറ്റയടിക്കൽ ഇബാദത്ത് തിരിച്ചറിയാൻ വളരെ എളുപ്പം. അപ്പൊ ഞാൻ ഒരു സുഹൃത്ത് രണ്ടായത്തുകൾ നിങ്ങളെ ഞാൻ ഓതി കേൾപ്പിക്കാം. പെട്ടെന്ന് മനസ്സിലാകുന്ന സംഗതി എന്താണ്? നമുക്ക് സൂറത്തുൽ ഹൂദിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രംഗം. അതില് അള്ളാഹു പറയാണ് വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാലി, വലിയ തിരമാലകളുമായി കപ്പൽ ഇങ്ങനെ പോവുകയാണ്. വനാദ നൂഹുൻ ഇബ്നുഹു, വനാദ വിളിച്ചു, നൂഹ് വിളിച്ചു, ഇബ്നുഹു മകനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ ഇർകബ് മഅനാ, മോനെ ഞങ്ങളുടെ കപ്പലിൽ കേറാ. നിങ്ങളത് പറയണ എന്റെ ഒപ്പം. വനാദ നൂഹുൻ ഇബ്നുഹു, നൂഹ് മകനെ വിളിച്ചു. എന്താ വിളിച്ചത്? കപ്പലിൽ കേറും മോനെ. ഞാൻ അതിന്റെ അടുത്ത തൊട്ട് താഴെയുള്ള ആയത്തിനെ നോക്കോട്ടെ. വനാദ പറ, വനാദ നൂഹുൻ റബ്ബഹു, നൂഹ് റബ്ബിനെ വിളിച്ചു. ഈ അത് നമുക്ക് നാദ പറ, നാദ നൂഹുൻ, നൂഹ് ഇബ്നുഹു മകനെ വിളിച്ചു. അതിന്റെ അവസാനത്തെ ആയത്ത് വനാദ നൂഹുൻ റബ്ബഹു, അവിടെ ഇബന ഈ രണ്ട് വിളി മാറ്റം ഉണ്ടല്ലോ, സെയിം വിളിയാണോ? രണ്ടല്ലേ? ഒന്നാമത്തെ വിളി ഇബാദത്തിന്റെ വിളി, രണ്ടാമത്തെ വിളിയോ? നിങ്ങൾക്ക് മനസ്സിലായത്? മനസ്സിലാവും. മനസ്സിലായോ? ഇബാദത്തിന്റെ വിളി ഏതാണെന്ന് ഏത് മനുഷ്യനും മനസ്സിലാകും. നബി ഈ മോനെ വിളിച്ചത് പോലെ അല്ല റബ്ബിനെ വിളിച്ചു. പക്ഷെ അതേ പദാണ്. മോനെ കേറെന്ന് പറഞ്ഞതും അല്ലാഹുവേ റബ്ബേന്ന് വിളിച്ചതും ഒരേ വിളിയാണ്. ഒരു വിളി ഇബാദത്താണ്, മറ്റൊരു വിളി ഇബാദത്തല്ല. പിന്നെ എന്തിനാ നമ്മൾ ചർച്ചയ്ക്ക് പോണത്? എന്തിനാ ഭൗതികത്തിന്റെ പിന്നിലാണ് പോണത്? അപ്പൊ ഇത് മനുഷ്യ ബുദ്ധിക്ക് അറിയാണ്. ഇത് മനുഷ്യ ഫിത്ര നേച്ചറാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വേർതിരിവ് ഇതിനു മുമ്പ് കേട്ട് പഠിച്ചവരാണോ? ഞാൻ ഒരു രണ്ടായത്ത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേർതിരിവ് മനസ്സിലായില്ലേ? അതിങ്ങനെ മനസ്സിലായത് നമ്മുടെ ഫിത്രത്ത് അങ്ങനെയാണ്. ഏതാൾക്കും തിരിച്ചറിയുന്ന രൂപത്തിലാണ് ഇബാദത്ത് തിരിച്ചറിയാതെ. അപ്പോ ആ ഇബാദത്ത് ആകുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ആ വിചാരങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഇബാദത്തിന്റെ മാനദണ്ഡമായി ഖുർആൻ നിശ്ചയിച്ചത്. ആ ഒരു വിളി ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ആർക്ക് കൊടുത്താലും ഇബാദത്ത് സമർപ്പിക്കലാണ്, അത് ഇലാഹാക്കൽ മാറുന്നത്. അത് മാത്രമാണ് അള്ളാഹു പറഞ്ഞത് ഞാൻ ഒരിക്കലും എന്തിയില്ല, പൊറുക്കുകയില്ല എന്ന് പറഞ്ഞത്. എനിക്ക് മാത്രം അവകാശം സംഗതി മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുത്താൽ അതെന്തായി മാറും? അത് ശിർക്കായി മാറും എന്ന് അള്ളാഹു പറഞ്ഞത്. തൗഹീദ് ഉലൂഹിയത്ത് ക്ലിയർ ആയ. ഇനി അതിന് ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ഞാനത് മൊത്തം വിശദീകരിക്കല്ല. നമുക്ക് ഇനി ഈ ഒരു ഇതിലിട്ടിട്ടാണ് നമ്മൾ ഇത് അളവുകോലാണ്. ഈ അളവുകോലിട്ടാണ് നമ്മൾ ഉലൂഹിയത്തൊക്കെ ഇനി എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട സംഗതി. ഇത് ആളുകൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റുബൂബിയത്ത് അംഗീകരിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞത് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി എന്നാണ്. അപ്പൊ റുബൂബിയത്ത് അംഗീകരിച്ചാൽ തന്നെ ആയി,
ഉലൂഹിയത്ത് അംഗീകരിച്ചാൽ ഉലൂഹിയത്താവോ? പോരാ. പിന്നെ എന്ത് വേണം? ഈ പറഞ്ഞ വിഷയത്തിൽ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നതിൽ അള്ളാഹുവിനെ ഏകനാക്കണം എന്നതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. പിന്നെ മൂന്നാമത്തെ തൗഹീദിന്റെ ഭാഗമുണ്ട്. അത് നമ്മുടെ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അത് നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കണം. എന്തേ ക്ലിയർ ഓർമ്മ? എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറഞ്ഞ സംഗതികളുണ്ട്. അത് ഏതാണെന്നറിയോ? അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ മാർഗങ്ങളിലൂടെയാണ് ഗുണനാമവിശേഷങ്ങൾ നാമവിശേഷങ്ങൾ. അള്ളാഹുവിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ ഒന്നു ചേർത്തു. ഉദാഹരണം, റഹ്മത്ത് എന്ന ഗുണം അള്ളാഹുവിനുള്ളത് കൊണ്ട് അള്ളാഹു റഹ്മാൻ ആയി. ഖുദ്റത്ത് എന്ന ഗുണം അള്ളാഹുവിനുള്ളത് കൊണ്ട് അള്ളാഹു ഖദീറായി. ഇതെല്ലാം നിങ്ങൾ എടുത്തു നോക്കുന്നു. അതുകൊണ്ടാണ് ഗുണനാമവിശേഷണം എന്ന് പ്രത്യേകമായി പണ്ഡിതന്മാർ അത് വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അതില് രണ്ട് സംഗതി തിരിച്ചറിഞ്ഞു. ഒന്ന് ദാത്തി ആയതുകൊണ്ട്, ഒന്ന് സിഫാത്തി ആയതുണ്ട്. ഞാൻ നിങ്ങൾ അറബി കേൾക്കുമ്പോൾ ഞെട്ടില്ല. ദാത്തി ആയെന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന സത്തയിലേക്ക് ചേർത്തി പറഞ്ഞ സംഗതി. നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടെന്നറിയോ? അള്ളാഹു എന്ന നാമത്തിലേക്ക് എന്ത് ചേർത്തി പറഞ്ഞാലും അതിനൊക്കെ ഹഖീഖത്ത് ഉണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒറിജിനലായി. ഉദാഹരണം, പള്ളിക്ക് അറബി പറയുന്ന പേരെന്താ? അല്ല, അള്ളാന്റെ വീടെന്നല്ല. നമ്മള് അള്ളാന്റെ വീടെന്ന് എങ്ങനെ അറബി പറയാം? ഈ ബൈത്തുള്ള എന്ന് പറയുമ്പോൾ ഈ ബൈത്ത് സാങ്കല്പികമാണ്, യാഥാർത്ഥ്യമാണ്? അങ്ങനെ സാധനം ഉണ്ടല്ലോ, അതാണ്. അപ്പൊ അല്ലാഹു എന്നതിലേക്ക് എന്ത് ചേർത്തി പറഞ്ഞാലും അതൊക്കെ എന്തായിരിക്കും? ഹഖീഖത്തായിരിക്കും. ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പറ്റും. ഉദാഹരണം അത് പറയാൻ കാരണം, അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കണ്ണ്, അള്ളാഹുവിന്റെ കണങ്കാൽ, അള്ളാഹുവിന്റെ വിരല്, അള്ളാഹുവിന്റെ കാൽപാദം, അള്ളാഹു എന്നതിലേക്ക് എന്ത് ചേർത്തി പറഞ്ഞാലും അതിനൊക്കെ എന്തുണ്ടാവും? അത് ഹഖീഖത്തായിരിക്കും. ഇനി ഹഖീഖത്ത് അല്ലാത്തുണ്ടോ? ഇനിയുണ്ട്, വേറെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ കോപം എന്ന് പറഞ്ഞാൽ അത് സാങ്കല്പികമാണ്, യാഥാർത്ഥ്യമാണ്? യാഥാർത്ഥ്യല്ലേ? കോപം ഉണ്ടാവൂലേ? അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികമാണ്, യാഥാർത്ഥ്യമാണോ? അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയത് അള്ളാഹു എന്നതിലേക്ക് എന്ത് ചേർത്തി പറഞ്ഞ സിഫത്തിനും എന്തായിരിക്കും? ഹഖീഖത്ത് ഉണ്ടാവും. ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് പിന്നെ ആലങ്കാരികമായിരിക്കുകയില്ല എന്ന ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി, ഇതിപ്പോ അള്ളാഹു പറഞ്ഞു അവരൊരു തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നവനാണ് മാക്കിർ എന്ന്. എന്നാൽ മാക്കിർ എന്ന വിശേഷണം അള്ളാഹുണ്ടോ? ഉണ്ടോ? ഇല്ല. അള്ളാഹു അവരെ പരിഹസിക്കും. അപ്പൊ പരിഹസിക്കും എന്ന നാമം അള്ളാഹുണ്ടോ? ഇല്ല. അപ്പൊ എന്തില്ലാത്തത്? അവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹ്ക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അള്ളാഹും റസൂലും പറഞ്ഞത് അത് മാത്രം നമ്മൾ വിശ്വസിച്ചു. പറയാത്ത ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, വിശ്വസിക്കൂല. അപ്പൊ ഇനി കണ്ണുണ്ടെന്ന് പറയുമ്പോ ഇനി വേറെ ഒന്നും ഇല്ലെന്ന് ചോദിക്കരുത്. മുഖം ഉണ്ടെന്ന് പറയുമ്പോ വേറെ ഒന്നും ഇല്ലെന്ന് ചോദിക്കരുത്. എന്താ പറയാ? ചോദിക്കാൻ പാടില്ല. നമ്മള് മുഖം എന്ന് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? മുഖം എന്ന പ്രയോഗം ഖുർആനിൽ അല്ലാഹ് അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിച്ചു.
യദുല്ലാഹി ഫൗഖ ഐദീഹി, അവരുടെ കൈക്ക് മുകളിൽ അള്ളാഹുവിന്റെ കൈയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതെ അള്ളാഹുവിന്റെ കൈ. ഇതിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് നമ്മുടെ പൂർവികരായ സാലിഫികളെ പണ്ഡിതന്മാർ പറഞ്ഞ വർത്തമാനം. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട വിഷയത്തിൽ. അതാണ് ഒരു മാനദണ്ഡമായി നമ്മൾ മുന്നോട്ട് പോവുകയും തിരിച്ചറിയുകയും ചെയ്ത ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി അഹ്മദ് ബിൻ ഹംബലും പറഞ്ഞ ഒരു വാചകം ഞാൻ കേൾക്കാം. ലാ യൂസഫല്ലാഹു, അല്ലാഹുവിനെ ഒരിക്കൽ നിങ്ങൾ വിശേഷിപ്പിക്കരുത്. ഇല്ലാ ബിമാ വസഫ ബിഹി നഫ്സുഹു ഔ വസഫഹു ബിഹി റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തന്നെ എങ്ങനെയൊക്കെയാണോ വിശേഷിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ വിശേഷിപ്പിച്ചത്, അതിനപ്പുറമുള്ള ഒരു വിശേഷണം നിങ്ങൾ കൊടുക്കരുത്. പിന്നെയോ നമ്മുടെ പൂർവികരുടെ മാർഗം എന്ന് പറഞ്ഞാൽ അന്നഹും യസിഫൂന അല്ലാഹ ബിമാ വസഫ ബിഹി നഫ്സുഹു വബിമാ വസഫ ബിഹി റസൂലുഹു. അള്ളാഹു എങ്ങനെയാണ് സ്വന്തം പരിചയപ്പെടുത്തിയത്, എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്, റസൂല് എങ്ങനെയാണ് അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത്, അത് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെ? മിൻ ഗൈരി തഹരീഫിൻ. തഹരീഫ് എന്ന് പറഞ്ഞാൽ ആ പദങ്ങൾ ഒരു മാറ്റരുത്. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. പദങ്ങൾ മാറ്റുന്നതെന്ന് പറഞ്ഞാൽ യദുല്ലാഹ് പറഞ്ഞാൽ അവിടെ എന്തെന്നാ പറയാവുന്ന കൈ എന്ന് പോലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയരുത്. എന്താ പറയാവുള്ളൂ? യദുല്ലാഹ്. വജുഹുല്ലാഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്ന് പോലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയാതിരിക്കണം. എന്താ പറയാവുള്ളൂ? വജ്ഹ് എന്ന്. അപ്പൊ അത്രയും സൂക്ഷ്മത. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത്? അല്ലാഹു എങ്ങനെയാണ് പ്രയോഗിച്ചത്? അപ്പൊ അതിന് മുഖം എന്ന് പരിഭാഷപ്പെടുത്തിയ വലിയ ഗുരുതരമായ തെറ്റായത് കൊണ്ടല്ല, സൂക്ഷ്മതയ്ക്ക് വേണ്ടി അതുപോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. ഐനുല്ലാന്ന് പറയുമ്പോൾ നമ്മൾ ഐനുല്ലാന്നേ പറയാവൂ എന്നതിനാണ് ഒരർത്ഥം. പിന്നെയോ വലാ തഅ്തീലിൻ, നിഷേധിക്കരുത്. അങ്ങനൊന്നുമില്ല. ഐനെന്ന് പറഞ്ഞാൽ അള്ളാന്റെ കണ്ണെന്ന് പറഞ്ഞാൽ ഐനെന്ന് പറഞ്ഞാൽ നിയന്ത്രണം എന്നതിന്റെ അർത്ഥം. മുഖം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളൊക്കെ ഇതൊക്കെ അള്ളാഹു വജിഹില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ വജിഹ് പ്രതീക്ഷ ഇതൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനൊന്നും ഇല്ലാന്ന് പറയരുത്. കാരണം എന്തുകൊണ്ടാണ്? അള്ളാഹു ഒരു സംഗതി ചേർത്തി പറഞ്ഞാൽ അതിന് എന്തുണ്ട്? ഹഖീഖത്തുണ്ട്. അതാണ് ഈ പറയുന്ന അർത്ഥം. അതിന്റെ കൈഫ്, രൂപം നിങ്ങൾ അത് ഇങ്ങനെയാണ് എന്ന് പറയരുത്. വലാ തംസീൽ, ഒന്ന് കാണിച്ചു കൊടുത്തത് ഇതുപോലെയാണെന്ന് ഉപമയും പറയരുത്. ഇസ്ബാത്തിൻ ബിലാ തംസീലിൻ, നിങ്ങൾ ഒരു ഉപമയും ഉദാഹരണവും പറയാതെ നിങ്ങൾ ഇങ്ങനെ തന്നെ വിശ്വസിക്കണം. എങ്ങനെയാണോ ഖുർആനിൽ പറഞ്ഞത് അങ്ങനെ തന്നെ, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെ. അപ്പൊ ഇതിൽ വന്ന ഹദീസുകളൊക്കെ ഉണ്ട്. ഞാനത് സമയം ധരിക്കുമ്പോഴും ഹദീസുകൾ ടെക്സ്റ്റ് വായിക്കുന്നില്ല. നമുക്ക് പിന്നെ സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. പക്ഷെ ഇതൊക്കെ സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസുകളും ആയത്തുകളും വന്ന സംഗതിയാണ് എന്നർത്ഥം. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു അല്ലാഹു എവിടെ എന്ന ചോദ്യം പ്രസക്തമാണ്. നമ്മളെ കുറിച്ച് ആളുകൾ പരിഹസിച്ചെന്നറിവോ, ഇപ്പോഴും ഇവര് അള്ളാൻ അന്വേഷിക്കുകയാണ്, ഇപ്പോഴും അള്ളാൻ കാണിയിട്ടില്ല. നോക്കൂ, ആ ചോദ്യം പ്രസക്തമാണ്. അതിനെന്താന്ന് ചോദിച്ച അല്ല. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു അടിമ സ്ത്രീയെ വന്നു. അവർ വിശ്വാസിനിയാണെങ്കിൽ മോചിപ്പിക്കാം എന്നാണ് ഗ്യാരണ്ടി. അപ്പോൾ വിശ്വാസിനിയാണോ അല്ലയോ എന്ന് ടെക്സ്റ്റ് ചെയ്യാൻ നബി ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം അല്ലാഹ് എവിടെ? ആ സ്ത്രീ പറഞ്ഞു ഉപരിലോകത്തിലാണ്. ഞാൻ ആരാണ്? അന്ത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പൊ നബി പറഞ്ഞു അവളെ മോചിപ്പിച്ച് അവളെ മുഅ്മിനത്താണ്. നോക്കൂ, ഒരാള് യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് ടെക്സ്റ്റ് ചെയ്യാൻ നബി ചോദിച്ച ഒന്നാം ചോദ്യം എന്താണ്? അല്ലാഹ് എവിടെ എന്ന് ചോദിച്ച. അപ്പൊ അല്ലാഹ് എവിടെ എന്ന ചോദ്യത്തിന് നമ്മൾ എന്താ ഉത്തരം പറയേണ്ടത്? ആകാശത്ത് എന്നല്ല, പിന്നെ ഉപരിലോകം. സമാ എന്നൊരു ഉപരിലോകം എന്നാണ് അർത്ഥം. അതിപ്പോ നമ്മൾ കാണുന്ന സമാ ആണോ? ഏഴാകാശം അല്ലാഹു അഅലം. ഉപരിലോകത്തിലാണ്. ആ ഉപരിലോകത്തിലാന്ന് പറയാൻ കാരണം
ലോകത്ത് എല്ലാ സ്ഥലത്തോടെ ഇങ്ങനെ അള്ള ഉണ്ടെന്ന് പറഞ്ഞ വിശ്വാസം തൗഹീദിന് വിരുദ്ധമാണെന്ന് പറയാനാണ്. ഇനി ഉപരിലോകത്തിൽ എവിടെയാണ്? അർ-റഹ്മാനു ഇലൽ അർശി ഇസ്തവ. അള്ളാഹു അവന്റെ അർശിലാണ്. അർശിലാണ്. ഇതാണ് അഹ്ലു സുന്നിയുടെ വിശ്വാസം. ഉപരിലോകത്തിൽ എവിടെയാണ്? അർശിലാണ്. നോക്കൂ, സൂറത്തുൽ അറാഫിലും ത്വാഹയിലും രണ്ട് സെയിം ആയത്തിൽ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, പരമകാരുണികൻ അവന്റെ അർശില് ഉപവിഷ്ടനായി എന്ന രണ്ട് ആയത്ത്. അത് സൂറത്തുൽ അറാഫിലെ ആയത്ത് ഇബ്നു കസീർ വിശദീകരണമുണ്ട്. ഈ പറഞ്ഞ മുഴുവൻ സംഗതികളെയും തച്ചുടച്ച് ഇബ്നു കസീർ പറഞ്ഞ വാചകം അത് ഒരൊറ്റ വാചകം കേട്ടാൽ പറയാ ആ ആയത്ത് ഉദ്ദേശിച്ച് തഫ്സീറുണ്ട്. ലിന്നാസി ഫി ഹാദൽ മഖാമി മഖാലാത്തുൻ കസീറത്തുൻ ജിദ്ദൻ വലൈസ ഹാദാ മൗദിഅ ബസ്തി. ഇവിടെ ഒരുപാട് തർക്കവിതർക്കങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ഈ അർ-റഹ്മാൻ അൽ-അർശിസ്തവയുടെ ഒരുപാട് ചർച്ച നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് മൊത്തത്തിൽ വിശദീകരിക്കേണ്ട അവസരമല്ല. എന്നിട്ടോ ഈ വിഷയത്തിൽ നമ്മൾ പ്രവേശിക്കുന്ന മാർഗം സലഫു സാലിഹീങ്ങളുടെ മാർഗത്തിലാണ്. അത് എന്താണ്? ആ മാർഗം എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ അംഗീകരിക്കുക. അങ്ങനെ തന്നെ അംഗീകരിക്കുക. എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ അംഗീകരിക്കുക. വ്യാഖ്യാനിക്കരുത്, നിഷേധിക്കരുത്, ഉപമ പറയരുത്, ഉദാഹരണം പറയരുത്. പിന്നെയോ ഇന്നതുപോലെയാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കാനും പദങ്ങൾ മാറ്റുവാനും പാടില്ല. കാരണം അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ എന്ത് പറയുമ്പോഴും അള്ളാഹുവിനെ പോലെ ഉപമ പറയാൻ പറ്റിയ വേറൊന്നും ഇല്ല. ഫലാ തദ്രീബു ലില്ലാഹിൽ അംസാൽ. അള്ളാഹു നിങ്ങൾ എക്സാമ്പിൾ പറയുന്നത് എന്ന് പറയുന്നത് അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ ആ ഉപവിഷ്ടനായി ഇതുപോലെ എന്ന് ഒരാൾ കാണിച്ചു കൊടുത്താലോ? ഞാൻ ഹുക്കുമ് കേട്ടോട്ടെ. ഒരാൾ പറയാണ് ഇങ്ങനെയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ ഹുക്കും എന്താ കേട്ടോ? അതാണ് ഏറ്റവും അതിന്റെ പ്രധാനപ്പെട്ട സംഗതി. ആരെങ്കിലും അള്ളാഹുവിന് ഏതെങ്കിലും ഒരു വിശേഷണം സൃഷ്ടികളോട് മനസ്സിലാക്കാൻ വേണ്ടി കൂടി ഉപമിച്ചാൽ ഫഖദ് കഫറ, ഇസ്ലാമിൽ നിന്ന് ഒമൻ ജഹദ ബിമാ വസഫ, അല്ലാഹ് പറഞ്ഞ ഒരു സംഗതി ഒരാൾ നിഷേധിച്ചു ഫഖദ് കഫറ വലൈസ ഫീമാ വസഫ അല്ലാഹു നഫ്സഹു വലാ റസൂലുഹു തസ്ബീഹ്. അപ്പൊ ഒരാൾ അങ്ങനെ വ്യാഖ്യാനിച്ചു, അതെ ഇങ്ങനെയാണെന്ന് ഒരാൾ കാണിച്ചു കൊടുത്താൽ അതെന്തായി? ഇസ്ലാമിൽ ഔട്ടായി. കാരണം അത് വ്യാഖ്യാനിക്കുക. ഇമാം മാലിക് ഇബ്നു അനസിനോട് ചോദിച്ചു, അല്ലാഹു ഈ അർശിൽ ഇരിക്കുന്നു പറഞ്ഞാൽ അതെങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അൽ ഇസ്തിവാഉ മൗലൂം, അർശിലാണ് എന്ന കാര്യം അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. വൽ കൈഫിയത്തു മജ്ഹൂൽ, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതിൽ അങ്ങനെ വിശ്വസിക്കല് വാജിബാണ്. അതിനെ കുറിച്ചുള്ള അനാവശ്യമായ ചോദ്യം ബിദ്അത്താണ് എന്നാണ്. അപ്പോ ഒന്ന്. രണ്ട്, അള്ളാഹു രാത്രിയുടെ 1/3 കഴിഞ്ഞാൽ ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് ഹദീസിലുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നാണോ? അല്ല. യൻസിലു റബ്ബുന തബാറക വ തആല എന്നാണ്. നമ്മുടെ റബ്ബ് ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ ആരിറങ്ങും? അള്ളാഹ് ഇറങ്ങും എന്നാണ്. എങ്ങനെ? അറിയില്ല. ഏത് രൂപത്തിൽ? അറിയില്ല. നമുക്ക് എന്തറിയോളൂ? ഇറങ്ങും എന്നത് സ്ഥിരപ്പെട്ട സംഗതിയാണ്. അള്ളാഹുവിന്റെ മഹത്വത്തിന് കമാ യലീഖു ബി ജലാലിഹി വ കമാലിഹി, അള്ളാഹുവിന്റെ മഹത്വത്തിനും അള്ളാഹുവിന്റെ പൂർണ്ണതയ്ക്കും യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരും എന്നാണ്. പക്ഷെ ഇവിടെയാണ് ആളുകൾ പിഴച്ചു പോയ സംഗതിയുണ്ട്. പക്ഷെ ഞാൻ അത് പറയാതിരുന്ന, ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ ചിന്തിക്കരുത് എന്നാൽ മാത്രമേ ഞാനത് പറയുള്ളൂ. എന്താണെന്ന് ആളുകൾ ജഹ്മിയാക്കൾ പിഴച്ചുപോയ ഭാഗം തന്നെ 1% പോലും നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരരുത്. ആ ചോദ്യം വന്നാൽ നമ്മുടെ ഈമാന് കോട്ട സംഭവിക്കും. ഇപ്പൊ ജഹ്മിയാക്കൾ എങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഔട്ടായി പോയെന്നറിയോ?
അവര് പറഞ്ഞത് ഷേഖുൽ ഇബ്നു തൈമിയോടൊക്കെ ചോദിച്ചു, നിങ്ങൾ അല്ല പറഞ്ഞത് അള്ളാഹു അർശിലാണ് ഉപവിഷ്ടനാണ് എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു ആകാശത്തിന് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ ചോദ്യം ആ സമയത്ത് അർശ് കാലിയാണോ എന്നാണ്. അങ്ങനെ ഒരാളുടെ മനസ്സിൽ വന്നാൽ തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ പിഴച്ച ചിന്തകൾ, ഈ അസ്മാഉ സിഫാത്ത് സ്ഥിരപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? ചോദിച്ചാൽ തന്നെ പിന്നെ പോയിന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ചിന്തകളൊന്നും വരരുത് എന്ന് പറഞ്ഞു. ഒരാൾ പറയാണ്, അപ്പൊ അള്ളാഹുവിന് ചെവിയെ കുറിച്ചുള്ള പരാമർശം വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചെവിയെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുവോ? എന്തുകൊണ്ടാണ് അങ്ങനെ പരാമർശം വന്നിട്ടില്ലെന്ന്? നമ്മൾ ഈ വജുഹും ഐനും ഒക്കെ വിരലും ഒക്കെ എന്തുകൊണ്ട് വിശ്വസിക്കുന്നത്? അങ്ങനെ അള്ളാഹു റസൂല് പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ തൗഹീദുൽ അസ്മാഉ സിഫാത്തിന്റെ വിശേഷണം ഇസ്ബാത്ത് എന്ന് പറയാം, സ്ഥിരപ്പെടുത്തുക. റുബൂബിയത്ത് ഇഖ്റാർ, ഉലൂഹിയത്ത് ഇഫ്രാദ്, അസ്മാഉ സിഫാത്ത് സ്ഥിരപ്പെടുത്തുക. ഉണ്ടെന്ന് വിശ്വസിച്ചു ഉറപ്പിച്ചു. അള്ളാഹുവിന്റെ വജഹ് ഉണ്ട്, അള്ളാഹുവിന്റെ യദ് ഉണ്ട്, അള്ളാഹുവിന്റെ ഐന് ഉണ്ട്, അള്ളാഹു ഇറങ്ങി വരും ഉണ്ട്. അതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ അർത്ഥം, എങ്ങനെയാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്, എങ്ങനെയാണ് റസൂൽ വിശേഷിപ്പിച്ചത്, എങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയത്, അങ്ങനെ തന്നെ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുക. കമാ യലീഖു ബിജലാലിഹി വകമാലിഹി. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ ഒരു ഇറങ്ങൽ, അള്ളാഹുവിന്റെ പൂർണ്ണതയ്ക്ക് യോജിക്കുന്ന രൂപത്തിലൂടെ ഇറങ്ങൽ. അതാണ് ആ വിഷയത്തിൽ സലഫു സാലിഹ്യങ്ങളായ ആളുകൾ. ഇതാണ് അസ്മാഉ സിഫാത്തിന്റെ ഏറ്റവും ബ്രീഫായ. ഇതിങ്ങനെ വിശദീകരിച്ച് പോകും. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോണതൊക്കെ പിന്നെ അതിന് വലിയ വിശാലമായ പഠനമാണ്. അത് സൗകര്യം പോലെ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് അവസരം വരുമ്പോൾ ഉപയോഗപ്പെടുത്താം എന്നായി പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പോ തൗഹീദ് റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ സിഫാത്തും ഇന്നതാണ് ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ക്ലിയർ ആകാത്തുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ ക്ലിയർ ആക്കിയിട്ട് അടുത്ത ഭാഗം നമ്മുടെ കറക്റ്റ് സമയത്ത് അല്ല, അത് പറഞ്ഞപ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി, മുദബ്ബിറുൽ ആലം ഒരാളാണ്, അല്ലാഹു അല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും ഈ സലഫുകളായ പണ്ഡിതന്മാർ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ പോലും പറയൂല. എന്ത് കാരണം അറിയോ? ഈ തൗഹീദിന്റെ ശിർക്കിന്റെ ഇടയിൽ വേറൊരു വരയുണ്ടോ? തൗഹീദ് ശിർക്ക്, അതിന്റെ ഇടയില് ഒരു ഓപ്ഷൻ ഇല്ല. അതതിന്റെ പ്രത്യേകത. ഒന്നുകിൽ ഇപ്പുറത്ത് അല്ലെങ്കിൽ അപ്പുറത്ത്. അതുകൊണ്ട് ഇവർ ആ അതിർ വരുമ്പോ വളരെ കൃത്യമായി സൂക്ഷിച്ചിരുന്നു. നമ്മളും സൂക്ഷിക്കേണ്ട വിഷയം. പക്ഷെ അതിൽ ഏറ്റവും വേദന എന്താണെന്നോ, ഈ മുതലാലം ഇങ്ങനെ ഉണ്ടെന്ന് ഇവർ പറയുന്ന ഈ രാജ്യത്താണ് നമ്മൾ തൗഹീദിന്റെ ആളുകളുമായി ഇപ്പം ജീവിക്കുക. നമ്മളും ജീവിക്കാണ് ഈ കൂട്ടത്തിൽ. അവര് വരുന്ന സദസ്സിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് തോന്നിയാൽ വേണ്ടില്ല, നമ്മള് ഹജ്ജിന്, ഗവൺമെന്റ് ഹജ്ജിന് പോയിരിക്കുന്നത്, ഹജ്ജ് ക്യാമ്പില്. ആ വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന അയാള് പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ടീമിന്റെ ആള് അല്ല അവിടെ വന്നിരിക്കുന്നത്. അവിടെ കൂടെ ഇരിക്കാൻ നമ്മളും നിർബന്ധിതരാണ്. അതാണ് വിഷയം. എത്ര ഗൗരവം നമ്മുടെ ഗതി. അപ്പൊ നമുക്കൊരു വേദന ആവശ്യം തോന്നുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചുകൊണ്ട് പറയാം, ശരിക്കും നമ്മുടെ മനസ്സ് വേദനിക്കണ്ടേ? അള്ളാഹുവിന് മകനുണ്ടെന്ന് പറഞ്ഞപ്പോ അല്ല എന്താ അന്ന് പ്രവാചകന്മാരുള്ളതുകൊണ്ട് പറഞ്ഞു, ആകാശഭൂമിയിൽ വിണ്ട് കീറിപ്പോവും നിങ്ങൾ വർത്താനം കേട്ടാന്ന് പറഞ്ഞു. അതിന്റെ 100 ഇരട്ടിയാണിത്. ഇപ്പൊ ഒരു പൊതു ശിക്ഷ പോലും ഇറങ്ങാൻ പാകത്തിനുള്ള വർത്തമാനാണ്. അവിടെയാണ് നമ്മൾ ഇപ്പോഴും നിശബ്ദരായി നമ്മുടെ ഇബാദത്തുമായി നമുക്കൊരു വേദനയും ആ വിഷയത്തിൽ തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ തൗഹീദിന്റെ ഒക്കെ കനം എത്ര ഉണ്ടെന്ന് ആലോചിച്ചു. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞാൽ പോലും അയാളുടെ ഹുക്കം എന്താ? എനിക്ക് തോന്നുന്ന തൗഹീദ് ഹാക്കിമിയ എന്ന സംഗതി. ഇപ്പോ തൗഹീദുൽ ഹാക്കിമിയ, അതായത് പൂർവികരായ അഹ്ലു സുന്നത്ത് പണ്ഡിതന്മാർ തൗഹീദിനെ ഈ 3 വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. തൗഹീദുൽ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞു ആ പ്രയോഗം തന്നെ ഹുക്മ് പറയാൻ, വിധി നടപ്പിലാക്കാൻ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അധികാരമുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നാണ് പറഞ്ഞിട്ടാണ് തൗഹീദുൽ ഹാക്കിമിയത്ത് കടന്നു വന്നതെന്ന് അർത്ഥം.
അപ്പൊ ഈ തൗഹീദുൽ ഹാക്കിമിയത്ത് എവിടെ പോയി? ഞാൻ ചോദിക്കട്ടെ, തൗഹീദുൽ ഹാക്കിമിയത്ത് മാത്രമല്ല, അങ്ങനെയാണ് എല്ലാം കിട്ടും. തൗഹീദ് റാസിഖിയത്ത്, റിസ്കിന്റെ ഇത് കിട്ടും, ഓരോന്നിനും കിട്ടും. തൗഹീദുൽ മുലൂക്കിയത്ത് കിട്ടും, എല്ലാത്തിനും കിട്ടും. ഓരോന്ന് തൗഹീദ് ചേർത്താൽ മതി. അപ്പൊ ഈ തൗഹീദുൽ ഹാക്കിമിയത്ത് എവിടെ പോയി ചോദിച്ചാൽ, നോക്കൂ, ഈ ആ വിഷയത്തില് എന്താണ് തൗഹീദുൽ ഹാക്കിമിയുടെ എന്താ നിലപാടെന്നുള്ളത് നമ്മുടെ സൗത്ത് സാക്ഷി പണ്ഡിതന്മാരുടെ ഫത്വ വിഷയത്തിലുണ്ട്. എന്താ അൻവാഉ തൗഹീദ് സലാസ, തൗഹീദിന്റെ ഇനങ്ങൾ 3 തൗഹീദ് റുബൂബിയ്യ, തൗഹീദ് ഉലൂഹിയ്യ, തൗഹീദ് അസ്മാഇ വസിഫാത്ത്. വലൈസ ഹുനാക ഖിസ്മുൻ റാബി, പിന്നെ 4മത്തെ ഒരു വിഭാഗം ഇവിടെ ഇല്ല. തൗഹീദിൽ വേറെ വിഭാഗമില്ല. വൽ ഹുക്മു ബിമാ അൻസലല്ലാഹു യദ്ഖുലു ഫി തൗഹീദിൽ ഉലൂഹിയ്യ, തൗഹീദുൽ ഹാക്കിമിയത്ത് ഉലൂഹിയത്തിൽ ഉള്ള തൗഹീദാണ്. അത് എവിടെ പോയി? ഇത് ഉലൂഹിയത്തിലുണ്ട്. ഈ അന്നഹു മിൻ അൻവാഇൽ ഇബാദത്ത്, അത് ഇബാദത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഹാക്കിമിയത്ത്. അതുകൊണ്ട് അത് ഉലൂഹിയത്തിൽ പെട്ടു. വകുല്ലു അൻവാഇ ഇബാദത്ത് ദാഖിലുൻ ഫി തൗഹീദുൽ ഉലൂഹിയ്യ, എല്ലാ ഇബാദത്തും എവിടെ വന്നിട്ടുണ്ട്? ഉലൂഹിയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ തൗഹീദുൽ ഹാക്കിമിയത്ത് എവിടെ പോയി? ഉലൂഹിയത്തിൽ തന്നെ ഉണ്ട്. ഉലൂഹിയത്ത് അംഗീകരിക്കുമ്പോൾ തന്നെ ഹാക്കിമിയത്ത് അതില് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുണ്ട് വജഅലൽ ഹാക്കിമിയത്ത നൗഅൻ മുസ്തഖില്ലൻ മിൻ അൻവാഇ തൗഹീദ് അമലുൻ മുഖ്തസൻ, ഹാക്കിമിയത്ത് സ്വതന്ത്രമായ തൗഹീദ് ഉണ്ടാക്കിയത് അത് പൊതു നിർമ്മിതിയാണ്. വലം യഖുൽ അഹദുൻ മിനൽ അഇമ്മത്തി ഫീമാ, പൂർവികരായ ഒരൊറ്റ പണ്ഡിതന്മാരും അങ്ങനെ ഒരു നിർവചനം പറഞ്ഞിട്ടില്ല എന്നർത്ഥം. അപ്പൊ പൂർവികരായ ആളുകൾ കണ്ടുപിടിക്കാത്ത, പറയാത്തതാണ് തൗഹീദിന്റെ ഹാക്കിമിയത്ത്. അത് കൊണ്ടുവന്നത് നമ്മുടെ മതരാഷ്ട്രവാദം പറയുന്ന ആൾ കൊണ്ടുവന്നതാണ്. അത് തൗഹീദിന്റെ അമലുൻ മുഹദ്ദസാൻ, പൊതു നിർമ്മിതമാണ് എന്നാണ് പറയുന്നത്. ഇബാദത്ത് നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി, ഇബാദത്തിന് അടിമത്വം, അനുസരണം, അർത്ഥം ഉണ്ടോ ഇല്ലെന്നല്ല ചർച്ച. അതുണ്ടാവും. ഞാൻ ഫലാ തദ്രീബുലില്ലാഹി അംസാലിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ലറബ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അടിച്ചു എന്നർത്ഥം. ഫലാ തദ്രീബുലില്ലാഹി അംസാൽ എന്ന് പറഞ്ഞാൽ അവിടെ അടിച്ചു എന്നാണ്, അവിടെ ഉപമിച്ചു എന്നർത്ഥം. അപ്പൊ അറബിക്ക് 10-32 അർത്ഥമുണ്ട്. ഒരു വാക്കിന് അർത്ഥം ഉണ്ടോ ഇല്ലയോ എന്നല്ല വിഷയം. ഒരു വാക്ക് അവിടെ പ്രയോഗിക്കുമ്പോൾ അവിടെ ആ അർത്ഥമാണോ പൂർവീകര് പറഞ്ഞത് എന്നാണ്. ഇപ്പൊ ഉദാഹരണമായി ഖറഅ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്കറിയാലോ, വായിച്ചു എന്നല്ലേ. വേറെ അർത്ഥം പറഞ്ഞു ഞാൻ പറയാം, ജമഅ, ശേഖരിച്ചു എന്നാണ്. ശേഖരിച്ചു. നിന്റെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ കുറിച്ചുള്ള വിവരങ്ങൾ നീ ശേഖരിക്കുക എന്ന അർത്ഥം പറഞ്ഞ ഭാഷാപരമായ ശരിയോ തെറ്റോ? ശരി അല്ലേ? കാരണം ഖറഅക്ക് ആണ് അർത്ഥം. പക്ഷെ അവിടെ വായിച്ചു എന്ന അർത്ഥം നമുക്ക് എങ്ങനെ കിട്ടി? നബി ആയത്ത് ഓതിയപ്പോൾ ഒരു അർത്ഥം പറഞ്ഞിട്ടില്ല. ആ അർത്ഥം സഹാബത്ത് മനസ്സിലാക്കിയെന്നതാണ്. അവിടെ ജമഅ എന്നല്ല, ശേഖരിച്ചു എന്നല്ല, വായിച്ചു എന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഡിക്ഷണറി നോക്കിയിട്ട് ആയത്ത് അർത്ഥം പറയുന്നത് അത് നമുക്ക് പാടില്ല. ഡിക്ഷണറി മുമ്പിൽ വെച്ച് ആയത്തും ഹദീസും വ്യാഖ്യാനിക്കരുത്. അങ്ങനെ പറഞ്ഞാൽ അർത്ഥവും. പിന്നെ എങ്ങനെ ആയത്തും ഹദീസും ഡിക്ഷണറി നോക്കി വ്യാഖ്യാനിക്കേണ്ടതല്ല. പിന്നെ എങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് പഠിക്കുമ്പോൾ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, ഒരു ഹദീസ് വിശദീകരിച്ച് സഹാബത്ത് എന്ത് മനസ്സിലാക്കി, അവിടെ നിൽക്കണം. ഇബാദത്തിന് ആരാധന അടിമത്വം ഉണ്ടോ? അർത്ഥമുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നിങ്ങൾ അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്ന് പറഞ്ഞ അവിടെ അർത്ഥം ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി അല്ലാഹു അല്ലാത്തവർക്ക് ഒരാള് അടിമത്തം സങ്കല്പിച്ചു വിചാരിച്ച ഇസ്ലാമിന് പുറത്താണോ? അല്ലാഹു അല്ലാത്തവർ ഒരാള് ഒരു അടിമയായി അടിമത്തം ചെയ്യും. അടിമത്തം എന്ന് പറഞ്ഞാൽ എല്ലാം ഇനി അനുസരണം. അനറബുക്കുമുലാല എന്ന് പറഞ്ഞ ഭരണാധികാരിയാണ് ആര്? ഫിർഔൻ. ഒരു ഭർത്താവിന് ഒരു ഭാര്യ എത്രമാത്രം അനുസരിക്കണം? ആ അനുസരണ പരിധി ഉണ്ടോ? ഇല്ലല്ലോ. ഒരു ഭർത്താവിനെ അനുസരിക്കാം. എന്നിട്ട് ആ ആസിയാർഹയെ കുറിച്ചാണ് ഖുർആൻ ലോകത്തുള്ള വിശ്വാസികൾക്ക് മാതൃകയായിട്ട് പരിചയപ്പെടുത്തിയത്. അപ്പൊ അവര് ആ ഭർത്താവിനെ അനുസരിച്ച അനുസരണത്തിൽ ശിർക്ക് വന്ന് അള്ളാഹു പരിചയപ്പെടുത്തി.
അപ്പൊ ആരെ ഇത് ക്ലിയർ ആക്കിയോണം, ആരെ അനുസരിക്കുന്നു എന്നതല്ല വിഷയം, ഏത് വിഷയത്തിൽ അനുസരിക്കുന്നു എന്നതാണ്. എന്ന് പറയാം, ആരെ അനുസരിക്കുന്നു എന്നതല്ല വിഷയം, ആ ഏത് വിഷയത്തിൽ അനുസരിക്കുന്നു എന്നതാണ്. മാതാപിതാക്കളെ കുറിച്ച് മാതാപിതാക്കളെ അനുസരിച്ചു ശിർക്കിന് വേണ്ടി, അതും ശരിക്കായി അനുസരിച്ച് മാതാപിതാക്കളെ ആരനുസരിച്ചു എന്നതല്ല, ഏത് വിഷയത്തിൽ അനുസരിക്കുന്നു എന്നതാണ്. നമ്മൾ അങ്ങനെ അതാ ചെയ്യുന്നു. ഇനി ഇപ്പൊ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, ഒരാൾക്കും ശരിക്കാത്തി ഒരു ശരിക്ക് മുഅ്മിനാകാതെ വിവാഹം കഴിക്കണം. വല അമത്തുൻ ഖൈറുൻ അല്ല അബ്ദുൻ മുഅ്മിനുൻ ഖൈറുൻ, ഒരു മുഅ്മിനായ അടിമയാണ് ഒരു മുശ്രിക്കിനേക്കാൾ നല്ലത്. വല അമത്തുൻ മുഅ്മിനത്തുൻ, ഒരു മുഅ്മിനത്തായ അടിമ സ്ത്രീ. ഒരു മുഅ്മിൻ ആരാകാം അടിമയാകാം. ഇത് അള്ളാന്റെ അടിമയാണോ? ഇവിടെ പറഞ്ഞ അടിമ അള്ളാന്റെ അടിമയെ കുറിച്ചല്ല പറഞ്ഞത്, അയാൾ മറ്റൊരാളുടെ അടിമയാണ്. ആ അടിമയെ കുറിച്ച് അബ്ദുൻ മുഅ്മിൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരാൾ അടിമയായി എന്നതിന്റെ പേരിൽ അയാൾ ശിർക്ക് വരുമോ? ശിർക്ക് വരൂല. പിന്നെ എങ്ങനെ ശിർക്ക് വരാ? ആ അടിമ യജമാനനെ ഏത് വിഷയത്തിലാണ് അനുസരിച്ചത് അങ്ങനെയാണ് വരും. അത് സ്വന്തം വാപ്പാനും ഉമ്മാനും അനുസരിച്ചാൽ വരും എന്നർത്ഥം. ആ വിളി ഇബാദത്തിന്റെ വിളി ആരോട് നിർത്തിയാൽ എന്തായി മാറും? ആ വിളി ഇബാദത്തിന്റെ വിളിയാണെങ്കിൽ, നൂഹ് നബി അള്ളാഹനെ വിളിച്ചതുപോലെയുള്ള വിളി, അതേ വിളി വിളിച്ചതെങ്കിൽ അത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചാൽ മാറും. എന്തായി മാറും? ഷിർക്കായി മാറി. ഈ നൂഹ് നബിയുടെ ഇത് പറഞ്ഞപ്പോൾ അതില് വരുന്നുണ്ടോ? അള്ളാഹനെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോ ഏത് വിഷയമാണ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു സംഗതി, അത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ അത് ഇബാദത്ത് തന്നെയാണ്. അത് നമ്മൾ എങ്ങനെ വ്യാഖ്യാനിച്ചോ പിടിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ആ ബൗണ്ടറിയിലേക്ക് പോകല്ലേ എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. അത് തന്നെ ഒരു വിഷയമാണ്. പക്ഷെ നമ്മൾ ഈ വിഷയമായിട്ട് കൂടി കലരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗം ക്ലിയർ ആക്കാണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ഈ തൗഹീദുൽ റുബൂബിയ്യത്തും ഉലൂഹിയത്തും അസ്മാഇ സിഫാത്തും ക്ലിയർ ആയ ഇത് മൂന്നും ശരിയായാലാണ് എന്റെ ബാക്കി 2 ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. അവർക്ക് റുബൂബിയ്യത്ത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ അർത്ഥം പറയുന്ന വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന് 3 അർത്ഥം ലോകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ ഹാക്കിമ ഇല്ലല്ലാഹ്, പിന്നെ എന്താണ് ഒന്ന് മറ്റേ ഇബാദത്തിന്റെ അർത്ഥം പറയുന്നത് ലാ ഇലാഹ ഇല്ല, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നാണ്. ഉമർ മൗലവി റഹിമഹുല്ലാഹ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ് പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകം ലോകത്ത് അദ്ദേഹം അറബിയിലാക്കി തെറ്റായിട്ട് വിശദീകരിച്ചു. ആ ബുക്കിലെറ്റ് ഷെയ്ഖ് ഇബ്നു വാസിർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫത്താവയുടെ അഖീദയുടെ വിഷയത്തിൽ ആദ്യത്തെ പേജ്, എനിക്കൊരു 16 പാളി വ്യത്യാസം ഉണ്ടാവും. ആ പേര് മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹെഡിങ്. ആ ലേഖനം ഉമർ മൗലവി ലേഖനം അങ്ങനെ തന്നെ അറബിയിൽ കൊടുത്തു. ഉമർ മൗലവിയാണ് അറബിയിലാക്കിയത്. അത് അങ്ങനെ കൊടുത്തിട്ട് പറയാണ്, അദ്ദേഹം പറയാൻ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പല അർത്ഥങ്ങളും പറയുന്നുണ്ട്. ഒന്നാമത്തെ അർത്ഥം ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന അർത്ഥമാണ്. എന്നാൽ ശരിയായ അർത്ഥം എന്താണ്? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല എന്നത് കമാ കാന അഖൂന അശ്ശൈഖ് ഉമർ അഹ്മദ് അൽ മലൈബാരി. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഏറ്റവും ശരിയായ അർത്ഥം നമ്മുടെ സഹോദരൻ പണ്ഡിത ശ്രേഷ്ഠനായ ഉമർ അഹ്മദ് അൽ മലൈബാരി പറഞ്ഞ അർത്ഥമാണ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അത് മാത്രമാണ് ശരി ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. ഇപ്പൊ ഇബ്നു വാസിന്റെ ഫിനിയെ നോക്കി ഉമർ മൗലവിയുടെ ഒരു ശ്രേഷ്ഠം നോക്കും. ഉമർ മൗലവി എടുക്കുന്നു സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ഇബ്നു വാസ് പോലും അദ്ദേഹത്തെ കുട്ടിയാണ്. അതൊക്കെയാണ് ഉമർ മൗലവി ചെയ്ത സേവനങ്ങൾ. വേറെ വിഷയമാണ്.
ഇവിടെയാണ് സൂഫികളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഈ എന്താണ് എന്താ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്ന് പറയുമ്പോഴും ഇവര് പറയുന്നത് എല്ലാത്തിലും അള്ളാഹുവിനെ സങ്കല്പിക്കുകയാണ്. ഈ സൂഫി ഗാനങ്ങളൊക്കെ അങ്ങനെ ഒന്ന് ചേർത്ത് ഈ എന്താ ഭ്രാന്തായാൽ എന്ത് സുഖം എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടിക്കൊണ്ട് ആൾക്കാർ നടത്തിയില്ലേ, അത് ശരിക്കും ഒറിജിനൽ ഈ നമ്മൾ പറഞ്ഞ മാനസിക രോഗത്തിന് ഭ്രാന്തില്ല. ഈ ഏത് ഭ്രാന്ത? ഫിക്രിന്റെ ഹാൽ എന്ന് പറയാം. ഫിക്രിന്റെ ഹാൽ അള്ളാഹുലേക്ക് ഇഴകി ചേർന്നാൽ പിന്നെ ഒരു ഹാലുണ്ട്. ആ ഹാലിനാണ് ഇവർ ഭ്രാന്ത് എന്ന് പറയുന്നത്. അതിന് നല്ല സുഖം എന്ന് പറഞ്ഞാൽ അതിന് ഫന പ്രാപിക്ക, ഫിക്കറിന്റെ ഹാലാക എന്നാണ് അവര് പറയുന്നത്. അങ്ങനെയാണ് സൂഫികൾ പോകുന്നത്. ഇസ്ലാമിൽ നിന്ന് ഔട്ടാകുന്ന വർത്തമാനമൊക്കെയാണ് ഔട്ട് തന്നെയാണ് ആ വിഷയത്തിൽ പോകുന്നത്, തൗഹീദിൽ വെച്ചിട്ട് പോകുന്നത്. പിന്നെ അവര് കൂടിയ ആളുകളുടെ ഇതൊക്കെ പിന്നെ അവര് സുബ്ഹാനല്ലാഹ് പറയില്ല, പറഞ്ഞു എവിടം വരെ എത്തും? സുബ്ഹാനി 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 ഞാൻ പരിശുദ്ധനായി, ഞാൻ പരിശുദ്ധനായി എന്നാണ് എവിടം വരെയൊക്കെ എത്തി അത് പറയുന്നുണ്ട് അവര്. അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ തൗഹീദ് ഒരു കേടും വരാതെ ഈ പവൻ മാറ്റ തൗഹീദ് ഉറപ്പിച്ച് നമ്മൾ അതിൽ നിന്നാൽ മാത്രമാണ് നമുക്ക് ആത്യന്തിക വിജയം ഉണ്ടാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നിർഭയത്വം യഥാർത്ഥത്തിൽ തൗഹീദ് ക്ലിയർ ആകുന്ന വിഷയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദിൽ അടിയുറച്ച് നിലനിന്ന് പ്രവർത്തിക്കുവാൻ ജീവിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് അള്ളാഹുവിനെ കണ്ണിറയെ കണ്ടുമുട്ടാൻ തൗഫീക്ക് കിട്ടുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.